الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. الحمد لله الذي على فضله وإحسانه وأشكره على توفيقه وامتنانه وأرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، إن خير الحديث كتاب الله، إن خير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون. وقال رسول الله صلى الله عليه وسلم: الإيمان بضع وسبعون شعبة أفضلها قول لا إله إلا الله وأدناها إماطة الأذى عن الطريق الحياء شعبة من الإيمان. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി അവൻ ഇഷ്ടപ്പെടുന്ന, അവന്റെ ഇഷ്ടം സമ്പാദിക്കാൻ സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി ലോകത്ത് ജീവിച്ച് അവൻ തൃപ്തിപ്പെടുന്ന അവന്റെ അടിമകളായി ലോകത്തിൽ നിന്ന് യാത്രയാകുവാൻ ശ്രമിക്കണമേ എന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉപദേശിക്കുകയാണ്. സർവശക്തൻ അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുമ്പിലുള്ള ജനതയോട് പറഞ്ഞിരുന്ന ഒരു കാര്യം ആദ്യമായി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. വെള്ളിയാഴ്ച ജുമുഅക്ക് വേണ്ടി പള്ളിയിൽ വരുന്ന ആളുകൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് സഫ് പൂർത്തീകരിച്ചിരുന്ന് ഖുതുബ കേൾക്കണം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. അതുകൊണ്ട് ആ നിർദ്ദേശം പാലിക്കുന്നവരാകുവാൻ നമ്മൾ ശ്രമിക്കുക. പ്രയാസങ്ങളുള്ള ആളുകൾ ഉണ്ടാകും, അസുഖങ്ങളുള്ള ആളുകൾ ഉണ്ടാകും. എന്നാലും കഴിവിന്റെ പരമാവധി പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രങ്ങൾ അയവിറക്കിക്കൊണ്ട് ഏതാനും ഖുതുബകൾ കേട്ട ആളുകളാണ് നാം ഓരോരുത്തരും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് ഉൾക്കൊള്ളണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്.
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് ഉൾക്കൊള്ളുന്ന ഒരാൾ കലിമത്തു തൗഹീദ് ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അടിയുറച്ചവനായിരിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. ആ കലിമത്തു തൗഹീദ് അടിയുറച്ച ആൾ എങ്ങനെയായിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരു വിവരണം നടത്തുന്നു. സൂറത്ത് ഇബ്രാഹിമിൽ 24-25 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉദാഹരണം പഠിപ്പിക്കുകയാണ്. റബ്ബ് അങ്ങനെയാണ് പല കാര്യത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണത്തിലൂടെയാണ് ജനങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അവർക്ക് അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതിനുവേണ്ടിയാണ് അല്ലാഹു ഉദാഹരണങ്ങൾ വിവരിക്കുന്നത്. ഇവിടെ അല്ലാഹു ഉദാഹരണം വിവരിച്ചത് എങ്ങനെയാണ്? അലം തറ, നീ കണ്ടുവോ? കൈഫ, എങ്ങനെയാണ്? അല്ലാഹു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് എന്ന്. മസലൻ കലിമതൻ ത്വയ്യിബ, ഏറ്റവും നല്ലതായ ഒരു വാക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് എന്ന് നീ കണ്ടുവോ? ഏതാണ് ഏറ്റവും നല്ല വാക്ക്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുന്നുണ്ട്. ഈമാൻ ഈമാൻ എന്നാൽ അത് 70-ൽ പരം ശാഖകൾ. 1-2 നമ്മൾ സാധാരണഗതിയിൽ എണ്ണി വരാറുണ്ട് അല്ലെ, 5, 6, 11 കാര്യങ്ങൾ. എന്നാൽ ആ 11-ൽ ഒതുങ്ങുന്നതല്ല ഈമാൻ. പിന്നെയോ അത് 70-ൽ പരം ശാഖകൾ ഉൾക്കൊണ്ടതാണ്. അതിൽ അഫ്ളലുഹ, ഏറ്റവും ശ്രേഷ്ഠമായത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്കാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വാക്ക് നമ്മൾക്കൊക്കെ അറിയുന്ന വാക്കുകളാണ്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാവുകളിൽ നിന്ന് നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകളാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്ന വാക്കുകളാണ്. എന്താണ് ഈ വാക്കിന്റെ പ്രത്യേകത? മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹുമായി കൊണ്ട് നടക്കുന്ന സംഭാഷണങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനോട് പറഞ്ഞ, റഹ്മാനായ റബ്ബേ, നിന്നെ ഏറ്റവും കൂടുതൽ സ്മരിക്കുവാൻ, ഓർക്കുവാൻ പറ്റിയ, നിനക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ദിക്ർ ചൊല്ലാൻ പറ്റിയ ഒരു ദിക്ർ, ഒരു സ്മരണവാക്യം നീ എനിക്ക് പഠിപ്പിച്ചു തരണം. അപ്പൊ അള്ളാഹു പറഞ്ഞു, മൂസ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, അള്ളാഹുവേ, എനിക്ക് മുൻപ് ഈ ലോകത്ത് കഴിഞ്ഞു പോയി ഏതെല്ലാം പ്രവാചകന്മാരുണ്ടോ ആ പ്രവാചകന്മാരൊക്കെയും നിന്നെ സ്മരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതായിരുന്നല്ലോ. എന്താണ് റബ്ബേ അതിന്റെ പ്രത്യേകത? മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു അതിന്റെ പ്രത്യേകത പഠിപ്പിച്ചു കൊടുക്കാൻ. മൂസേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തു തൗഹീദിന്റെ തുലാസിന്റെ ഒരു തട്ടിലും ആകാശഭൂമികളിൽ അള്ളാഹു ഒഴികെയുള്ള മുഴുവൻ വസ്തുക്കളെയും തുലാസിന്റെ മറ്റൊരു തട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന തട്ട് തൂങ്ങിക്കിടക്കുന്നതായി നിനക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ എന്താണ്? അത്രയും പ്രത്യേകതയുള്ള, ശ്രേഷ്ഠതയുള്ള ഒരു വാക്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വാക്യം. ആ വാക്കിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് കശജറത്തിൻ ത്വയ്യിബ, ഏറ്റവും നല്ല ഒരു വൃക്ഷത്തോടാണ്. ഏറ്റവും നല്ല വൃക്ഷം. എന്താണ് ആ വൃക്ഷത്തിന്റെ പ്രത്യേകത? അസ്ലുഹാ സാബിതുൻ വ ഫർഉഹാ ഫിസ്സമാ, അതിന്റെ ആ വേരുകൾ ഇങ്ങനെ അടിയിലേക്ക് വേരൂന്നി ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന നല്ല ഉറപ്പുള്ള ഒരു വൃക്ഷം, നല്ല ഉറച്ചു നിൽക്കുന്ന ഒരു വൃക്ഷം. എന്തിനാണ് ഈ വൃക്ഷത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ വിശ്വാസം ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസി എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു ഉപയോഗിച്ചത്? നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസം ഒന്ന് ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. വെറുതെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കഴിഞ്ഞു പോയാൽ പോരാ. പിന്നെ അവന്റെ വിശ്വാസം ഹൃദയത്തിൽ രൂഢമൂലമാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്ത് ഉൾക്കൊള്ളാൻ നമ്മളോട് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്ത് ഉൾക്കൊള്ളാൻ നമ്മളോട് പറഞ്ഞത്. അത് നമ്മളോട് അല്ലാഹു പറഞ്ഞൊരു വാക്കിന് ഒരു കാരണം എന്താണ്? ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിമ
ലല്ലദീന തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനു വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. നിശ്ചയമായും മനുഷ്യരിൽ വെച്ച് ഇബ്രാഹിമിനോട് കൂടുതൽ ബന്ധമുള്ള ആളുകൾ അതാരാണ്? അത് ഇബ്രാഹിം നബി അലൈഹി വിശ്വസിച്ച ആളുകളാണ്. പിന്നെ ആരാണ്? വഹാദൻ നബിയ്യു, ഈ പ്രവാചകനാണ്. അത് നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നെ വല്ലദീന ആമനു, അദ്ദേഹത്തിൽ വിശ്വസിച്ചവരുമാണ്. തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പൊ നമ്മളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആള്. അല്ലാഹു വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അല്ലാഹു ആകുന്നു സത്യവിശ്വാസികളുടെ രക്ഷാധികാരി എന്ന്. അപ്പൊ എന്താണ്? ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഏറ്റവും അടുത്ത ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാര്യത്തിൽ. അതിങ്ങനെ വെറുതെ നിസ്സാരമായി ഇങ്ങനെ പറഞ്ഞിങ്ങനെ വെറുതെ പോകാനുള്ളതല്ല. ജീവിതത്തിലുടനീളം അത് കാണണം. അവന്റെ വിശ്വാസ രംഗങ്ങളിൽ, അവന്റെ സ്വഭാവ രംഗങ്ങളിൽ, അവന്റെ കർമ്മ രംഗങ്ങളിൽ, അവന്റെ സാമ്പത്തിക രംഗങ്ങളിൽ, അവിടെയൊക്കെ അതെന്ത് ചെയ്യണം? പ്രതിഫലിച്ച് കാണണമെന്ന്. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പൊ നമുക്കറിയാം വിശ്വാസ രംഗങ്ങളിൽ വലിയ വലിയ പാളിച്ചകൾ വന്നു പോകുന്നുണ്ട് പലപ്പോഴും പല ആളുകൾക്കും, അല്ലെ? പലപ്പോഴും വന്നു പോകുന്ന ഒന്നാണ് വിശ്വാസ രംഗങ്ങളിലുള്ള പാളിച്ചകൾ. അത് അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ, അങ്ങനെ ആയാൽ എന്താ? അത് മറ്റുള്ള ആളുകളോട് ഒന്ന് സഹായം തേടി വിചാരിച്ച് വല്ല പ്രശ്നം പെട്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ, അവിടെയൊക്കെ ഒരു മനുഷ്യന് രൂഢമൂലമായ വിശ്വാസം കൃത്യമായി ഉണ്ടായിരിക്കണം. നമുക്കറിയാം പല ആളുകളും ഇപ്പൊ ഒരു കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ഭയങ്കരമായ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അതുപോലെ മനുഷ്യന്മാർ നമ്മളൊക്കെ മുസ്ലിങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമോ, ഇല്ലേ, നമ്മളൊക്കെ ആകെ ഇടങ്ങാറാവുമോ, ബുദ്ധിമുട്ടാക്കോ എന്ന്. എന്തോ ഒരു വിശ്വാസിയാണെങ്കിൽ എന്താ നമുക്ക് ഇത്ര പ്രയാസം? എന്താ നമുക്ക് ഇത്ര വിഷമം തോന്നാനുള്ള കാര്യം? എന്താ? അല്ലാഹു എന്താണോ എനിക്ക് തീരുമാനിച്ചത് നടക്കും, അല്ലേ? ഞാൻ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ടുന്നവനാണ് എന്നാണ് റബ്ബിന്റെ തീരുമാനം, എന്നാൽ അതാ നടക്കുക. അതല്ല, ഞാൻ ഇവിടെ തന്നെ സ്ഥിരമായി താമസിക്കേണ്ടുന്നവനാണ്, എന്റെ നാട്ടിൽ ഉറച്ചു നിൽക്കേണ്ടുന്നവനാണ് എന്നാണോ റബ്ബിന്റെ തീരുമാനം, അതാണ് നടക്കുക. റബ്ബിന്റെ തീരുമാനം നടക്കുക എന്ന് പറയുന്നത് വിശ്വസിക്കുന്നതാ. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് എന്ന് നമ്മൾ പറയുന്നത്, ഇല്ലേ? അല്ലാഹുവേ, നീ നടപ്പിലാക്കുന്നതിനെ നിർത്തിവെക്കുവാനോ നീ നിർത്തിവെക്കുന്നതിനെ നടപ്പിലാക്കുവാനോ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. റബ്ബിന്റെ തീരുമാനം എന്താണോ അത് നടക്കും. പിന്നെ എന്തിനാ നമ്മൾ ബേജാറായത്? നമ്മൾ എന്തിനാ പ്രയാസപ്പെട്ടത്? എന്തിനാ അതിനെ കുറിച്ച് ചർച്ച ചെയ്തത്? എവിടെയോ ഒരു പാട്ട് ആ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമുക്കില്ല. ഒന്ന് ആലോചിച്ചാൽ മതി, ഒന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ ആരും വിശ്വാസത്തിൽ പാട്ടുള്ള ആളുകളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ വിശ്വാസത്തിന്റെ മൂർച്ഛം, അതിന്റെ ആയം എത്രമാത്രമുണ്ട് എന്ന് വിലയിരുത്താൻ വേണ്ടിയ. ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, അല്ലെ? ഒരു രോഗം വന്നു, ഒരുപാട് ചികിത്സിച്ചു, രോഗം ഭേദമാകുന്നില്ല. അപ്പോഴാണ് നമ്മുടെ വേണ്ടപ്പെട്ട ചില ആൾക്കാർ നമ്മളോട് പറയാം, അത് ഇന്ന ചാറത്തിൽ ഒന്ന് പോയാൽ ആ രോഗം, അതൊക്കെ എത്ര ആൾക്കാർക്ക് അങ്ങനത്തെ രോഗങ്ങളൊക്കെ സുഖമായത്, അല്ലെ? ഇന്ന കാര്യമൊക്കെ ചെയ്തിട്ട് എത്ര ആളുകൾക്ക് അത് ശരിയായിട്ടുണ്ട്. എന്താ ഒന്ന് പോയി നോക്കിയാൽ ഒന്നിച്ച് വിശ്വസിക്കുന്നു വേണ്ട, ഒന്ന് പോയാൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ ഇങ്ങനെ തോന്നുക, അല്ലെ? കുറെ കാലമായില്ല ഞാൻ ഇടങ്ങേറിഞ്ഞ്, ഇതുകൊണ്ടാണോ ആണെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ, അല്ലെ? അതുകൊണ്ടാണെങ്കിൽ അവിടെ മാറിക്കോട്ടെ, എന്നാണ് അത് പോയി നോക്കാം എന്നൊരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ ഈ മാലിന്യ തകരാറുകൾ സംഭവിച്ചു എന്നാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ, ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ട്? ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ട്? മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ, റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്ന മറ്റാരാ ഉള്ളത്? വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവനേക്കാളും വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് എന്ന് അഭിമാനത്തോടു
കൂടി പറയാൻ സാധിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ട് എന്നാണ്. അല്ലെ? നമ്മളൊന്ന് ആലോചിച്ചൊക്കെ നമ്മുടെ വിശ്വാസത്തിലേക്കോ നമ്മുടെ കർമ്മങ്ങളിലേക്കോ നമ്മുടെ സ്വഭാവങ്ങളിലേക്കും ഒക്കെ നമ്മളൊന്ന് ഇറങ്ങി ചെന്നാല് ഞാൻ ഒരു യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയാണ് എന്ന് പറയാൻ എനിക്ക് പറ്റൂ? ഇല്ലേ? നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും. അല്ലെ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ അഗ്നികുണ്ഡാരത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. നമ്രൂദിന്റെ അഗ്നികുണ്ഡാരത്തിലേക്ക് എടുത്തെറിയാൻ വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിർത്തിയിരിക്കുകയാണ്. ആ സമയത്താണ് അള്ളാഹുവിന്റെ മലക്ക് വന്നുകൊണ്ട് ആരോട് ചോദിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നത്. എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് മലക്ക് ചോദിക്കുന്നത്? താങ്കളെ ഈ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമോ അതല്ല താങ്കൾ ഇതിലേക്ക് വലിച്ചെറിയപ്പെടണമോ? എന്താണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? എന്നിൽ നിന്ന്, മലക്കിന്റെ ചോദ്യം, എന്നിൽ നിന്ന് വല്ല സഹായവും താങ്കൾ ആഗ്രഹിക്കുന്നുവോ? മലക്കിൽ നിന്ന് വല്ല സഹായവും താങ്കൾ ആഗ്രഹിക്കുന്നുവോ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദ്യം. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി വളരെ കൃത്യമായി കൊണ്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല കാന ആഖിറു ഖൗലി ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാരി ഹസ്ബിയല്ലാഹു വ നിഅമൽ വക്കീൽ. അവിടെയാണ് ഇബ്രാഹിമിയാണ്. അല്ലേ? അതായത് അവസാനമായി കൊണ്ട് അദ്ദേഹത്തെ ആ അഗ്നിയിലേക്ക് എടുത്തെറിയാൻ വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്ക് ഹസ്ബിയല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി. അല്ലാഹു ഈ അഗ്നികുണ്ഡാരത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താനാണോ തീരുമാനം എങ്കിൽ അത് നടത്തും. അതല്ല ഈ അഗ്നികുണ്ഡാരത്തിൽ കിടന്നുകൊണ്ട് ഇബ്രാഹിമിന്റെ ജീവൻ അവസാനിക്കണമെന്നാണോ റബ്ബിന്റെ തീരുമാനം, അതാണ് നടക്കേണ്ടത്. ഹസ്ബി അല്ലാഹ്, എനിക്കല്ലാഹ് മതി. പരമേൽപ്പിക്കാൻ അല്ലാഹു എത്രയോ ഉന്നതനാണ്. റബ്ബിനാണ് പരമേൽപ്പിക്കാനുള്ളത്. എന്റെ റബ്ബിലല്ലാതെ പിന്നെ ഞാൻ ആരിൽ പരമേൽപ്പിക്കാം? എന്താ അതിന്റെ ഒരു റാഹത്ത്, ഒരു സന്തോഷം എന്ന് ആലോചിക്കുന്നത്? അല്ലാഹുവിൽ പരമേൽപ്പിച്ച് എന്റെ രക്ഷിതാവ്, എന്റെ റബ്ബ്, ആ റബ്ബ് എനിക്ക് എന്താണോ നൽകിയത് അത് സ്വീകരിക്കാൻ, അത് ആസ്വദിക്കാൻ, അത് എന്റെ അത് ഏതെല്ലാം മേഖലയിലുണ്ടോ അതൊക്കെ ഏൽക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അവന്റെ തീരുമാനത്തിനപ്പുറം ഒന്നും സംഭവിക്കുകയില്ല എന്ന ദൃഢമായ ഉറച്ചതായ വിശ്വാസം. അല്ലെ? അതാണ് ഹസ്ബി അല്ലാഹ് എന്ന് അദ്ദേഹത്തെ പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. മില്ലത്ത് ഉൾക്കൊള്ളുന്ന ആളുകൾ അങ്ങനെയാവണം, ഏത് മേഖലയിലായിരുന്നാൽ. അല്ലെ? ഇനി സ്വന്തം 86 വയസ്സ് 86 വയസ്സായിട്ട് ഒരു മകനുണ്ടായിരുന്നു. അല്ലെ? എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം, എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ട്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അല്ലെ? 86 വയസ്സായിട്ടുണ്ടായ മകനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കാൻ വേണ്ടി ഒന്നാമത്തെ കൽപ്പന. അല്ലെ? അദ്ദേഹം കൊണ്ടുപോയാക്കാണ് ഹാജറയെയും മകനെയും. മക്ക മണലാരണ്യത്തിൽ ആ മരുഭൂമിയിൽ ആരുമില്ല, വെള്ളമില്ല, മനുഷ്യരില്ല, ഒന്നുമില്ലാത്ത മണലാരണ്യത്തിൽ കൊണ്ടുപോയി തിരിച്ചു നടക്കുക. അല്ലെ? ഹജറ പോവുകയാണോ? അതെ. അള്ളാഹുവിന്റെ കൽപ്പനയാണോ? അതെ. എങ്കിൽ ഹസ്ബി അല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി. ആരാ പറയുന്നത്? ഹാജറ റളിയല്ലാഹു അൻഹ. കയ്യിലുള്ള എന്താണ്? ചെറിയൊരു പൈതൽ, ഒരു കുഞ്ഞ്, മുലകുടി പ്രായത്തിലുള്ള ഒരു കുഞ്ഞ്. അല്ലെ? ആ കുഞ്ഞിനെയുമായി കൊണ്ടാണ് അവർ അവിടെ പോകുന്ന മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെടുന്നത്. അതും പനിക്ക് 86 വയസ്സായിട്ട് അങ്ങേയറ്റം പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു കുട്ടിനെ, ആ കുട്ടിനെ ഉപേക്ഷിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന. നമ്മൾ മനസ്സിലാക്കണം. അല്ലെ? അത് ഉൾക്കൊള്ള റബ്ബിന്റെ തീരുമാനമാണ്. അവിടെ അല്ലാഹു മതി എന്നുള്ള ഹാജറ റളിയല്ലാഹു അൻഹയുടെ തീരുമാനം. അല്ലെ? കഴിഞ്ഞു 6 വയസ്സായ കുട്ടിക്ക് തന്നോടൊപ്പം പ്രയത്നിക്കാനായ സമയത്താണ് രണ്ടാമത് പിതാവ് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ട് എന്താ അവസ്ഥ? കുഞ്ഞിനെ അറക്കാൻ വേണ്ടി കണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിലൂടെ വഹി അണിയിക്കുക. അല്ലെ? ആ വഹി കണ്ടപ്പോൾ ആ തീരുമാനം നടപ്പിലാക്കുന്ന ഒരു പ്രവാചകൻ. വേറെ കുഞ്ഞുങ്ങളില്ല അന്ന്. ആകെ തനിക്ക് ഒരുപാട് പ്രായമായിട്ട് കിട്ടിയ ഒരു കുഞ്ഞിനെ അറുക്കണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വപ്നത്തിനോട് കൽപ്പിച്ചപ്പോൾ ആ കൽപ്പന തന്റെ കുഞ്ഞിനെ അറിയിച്ച്, അല്ലെ, ആ കുഞ്ഞിനോട് അതിനുള്ള സമ്മതം വാങ്ങി ക്ഷമയോടുകൂടി തനിക്ക് ആകെയുള്ള പുത്രനെ കടയിൽ
കഴുത്തിൽ കത്തിവെക്കുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ വിശ്വാസം ഒന്ന് ആലോചിക്കുക. ഇവിടെ ഞാൻ ആ കഥാശകലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയല്ല പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനോടുള്ള ആ വിശ്വാസം, ആ ഒരു തവക്കല്, ആ ഒരു കരുതൽ, അത് എത്രമാത്രമാണ് എന്നുള്ളതാണ്. അതാണ് ഇബ്രാഹിമിയ മില്ലത്ത്. അല്ലെ, ഞാൻ ഇബ്രാഹിമിയ മില്ലത്തിലാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഒരാൾ ഇബ്രാഹിമിയ മില്ലത്തിലാവുക. എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും, എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആ മേഖലയിൽ ഇത് എന്റെ രക്ഷിതാവിന്റെ തീരുമാനമാണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്താൻ തയ്യാറായാൽ അവൻ അഭിമാനത്തോടുകൂടി ആത്മാർത്ഥത്തോടുകൂടി പറയാൻ സാധിക്കും, ഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിംകളിൽപ്പെട്ടവനാണ് എന്ന്. ഇല്ലേ, ആ വിശ്വാസത്തിന് പാളിച്ചകൾ സംഭവിച്ച്, ആ വിശ്വാസത്തിന് തകരാറുകൾ സംഭവിച്ചിട്ട് എങ്ങനെയാണ് അഭിമാനത്തോടുകൂടി ആ മനസാന്നിധ്യത്തോടുകൂടി ഞാനൊരു വിശ്വാസിയാണെന്ന് പറയാൻ പറ്റുക? ആലോചിക്കണം നമ്മൾ ഗൗരവത്തോടു കൂടി. ഇത് നമ്മുടെ വിശ്വാസം ഒന്ന് ക്രമപ്പെടുത്താൻ വേണ്ടിയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച ആസിയ റളിയല്ലാഹു അൻഹ ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ് അവർ വളർന്നത്. അല്ലെ, ഫിർഔനിന്റെ മണവാട്ടിയാണ്. എല്ലാവിധ സജ്ജീകരണങ്ങളുണ്ട്, സൗകര്യങ്ങളുമുണ്ട്. താൻ തന്നെയാണ് റബ്ബി എന്ന് വിശ്വസിക്കുന്ന തന്റെ ഭർത്താവ്, അല്ലെ, ആ ഭർത്താവുള്ള ആ കൊട്ടാരത്തിലാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മഹദി ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ആ കൊട്ടാരത്തിൽ വളർന്ന മഹദി തനിക്ക് വേണ്ടുന്നതെല്ലാം ഇസ്ലാമിന് വേണ്ടി ത്യജിക്കാൻ. ഫിർഔനിന് അറിയാം, അവന്റെ ജീവിതകാലം മുതൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചും അറിയാം. മൂസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവിടുത്തെ ജാലവിദ്യക്കാരായിരിക്കുന്ന ആളുകളുടെ കൈകളും കാലുകളും വെട്ടിക്കളഞ്ഞവരാണ് ഫിർഔൻ എന്നറിയാം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും താൻ യഥാർത്ഥ വിശ്വാസിയായി കൊട്ടാരത്തിൽ ജീവിച്ച് ഫറോവയുടെ ഫിർഔനിന്റെ കൃത്യമായ ചോദ്യത്തിന് മറുപടി പറയുകയാണ്, ഞാനിതാ ഏകനായ മൂസയുടെ രക്ഷിതാവായ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങളൊരു റബ്ബാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച ആ മഹദി ഫിർഔനിന്റെ മുഖത്ത് നോക്കി പറയാം. അല്ലെ, അതിന്റെ പേരിലാണ് അവർ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. അതിന്റെ പേരിലാണ് അവരുടെ കൈകാലുകൾ നിവർത്തി വെച്ച് അവർ ആണിയടിക്കപ്പെട്ടത്. കൈയിന്റെ ഉള്ളനാടിലും കാലിന്റെ നെരിയാണിക്കും കാലിന്റെ മുട്ടിനും എല്ലാം ആണിയടിച്ച് അവസാനം അവരുടെ മർമ്മഭാഗങ്ങളിൽ നിഷ്ഠൂരമായി ഫിർഔൻ അവരെ കുത്തി കൊലപ്പെടുത്തുന്ന സമയത്താണ് അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചത്. അല്ലെ, നമ്മൾ മനസ്സിലാക്കണം. റബ്ബി, പിന്നെ അവർ ഇത് കാലത്ത് റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു സ്ത്രീയെ അല്ലാഹു സത്യവിശ്വാസികൾക്ക് ഉദാഹരണമായി പഠിപ്പിക്കണം. വറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിലി ഇൻതക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. വിശ്വാസികൾക്ക് അല്ലാഹു ഒരു ഉദാഹരണമായി എടുത്തു പറഞ്ഞു ഫിർഔനിന്റെ ഭാര്യയെ ഉദാഹരണമായി എടുത്തു പറഞ്ഞു. അല്ലെ, അവര് തന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം എന്താണ്? റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന. പടച്ചവനെ, ഫിർഔനിന്റെ കൊട്ടാരമല്ല വേണ്ടത് എനിക്ക്, ഇവിടുത്തെ ആഡംബരം സുഖ സൗകര്യങ്ങളും അല്ല എനിക്ക് വേണ്ടത്. നേരെ മറിച്ചുകൊണ്ട് ആ നിന്റെ പരിശുദ്ധമായ സ്വർഗത്തില് ഒരു ഭവനമാണ് എനിക്ക് ആവശ്യം, അതെനിക്ക് നീ പ്രദാനം നൽകണമേ. ഈ ഫിർഔനിന്റെയും അവന്റെ കിങ്കരന്മാരുടെയും അക്രമത്തിൽ നിന്ന് നാഥ നീ എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ എന്നവർ ആത്മാർത്ഥമായി തന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉദാഹരണ സഹിതം അത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നമുക്കൊരു ബാധ്യതയുണ്ട്. എന്താണ്? വിശ്വാസ മേഖലയായിരുന്നാലും മറ്റേത് മേഖലയായിരുന്നാലും പൂർണ്ണമായി ഇസ്ലാമിൽ പ്രവേശിക്കുക എന്നുള്ളത്. ഭാഗികമായി പോരാ, കുറച്ച് അതിൽ കുറച്ച് അവിടെ കുറച്ച് അവിടെ കുറച്ച്, അത് പോരാ. പൂർണ്ണമായി ഇസ്ലാമിൽ പ്രവേശിക്കാൻ നമുക്ക് കഴിയണം. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ
വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളായിരിക്കുന്ന ആളുകളെ, അല്ലാഹു നമ്മളെ വിളിക്കുന്നത് അല്ലേ, വിശ്വാസികളാണ് എന്ന് അവകാശപ്പെടുന്ന നമ്മളെ വിളിച്ചിട്ട് അല്ലാഹു പറയാ, യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കണം, ഫിസ്സിൽമി കാഫ, മതത്തിൽ നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കണം. അല്ലേ, വിശ്വാസ മേഖലയിലായിരുന്നാലും കർമ്മ മേഖലയിലായിരുന്നാലും മറ്റേത് മേഖലയിലായിരുന്നാലും നമുക്ക് ഇഷ്ടപ്പെടുന്നത് സ്വീകരിക്കുകയും ഇഷ്ടപ്പെടാത്തത് ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതല്ല ഇസ്ലാമിന്റെ നിയമം. അത് അല്ലാഹുവിന്റെ കൽപ്പനയാണോ പ്രവാചകന്റെ കൽപ്പനയാണോ, പൂർണ്ണമായി അത് പ്രവേശിക്കുക, അതുമായി സഹകരിക്കുക, അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അല്ലാത്ത മാർഗം വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, പിശാചിന്റെ കാലടികളെ പിൻപറ്റലാണ്. അവിടേക്ക് നിങ്ങൾ പോകരുത്, അവിടേക്ക് നിങ്ങൾ പോകരുത്. കാരണം എന്താ? ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാണ്. അത് നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞതാ. നിങ്ങളുടെ പിതാവിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ഭൂമിയിലേക്ക് അയച്ചവനാണ് അവൻ. അല്ലേ, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള പണി തുടങ്ങി ആ മാർഗം ഏറ്റെടുത്ത് അതിനനുസരിച്ച് കൊണ്ട് ആ ആദമിന്റെ അനുയായികള് ഏതൊക്കെ രൂപത്തിൽ സ്വർഗത്തിലേക്ക് കടക്കാതിരിക്കാൻ, ആ സ്വർഗത്തിലേക്ക് വീണ്ടും നമ്മളെ എത്തിക്കാതിരിക്കാൻ എന്തെല്ലാം പണിയുണ്ടോ അത് മുഴുവനും എടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവനാണ് അവൻ. അതുകൊണ്ട് അവന്റെ മാർഗം നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട്, അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. നമ്മൾ മാത്രം നന്നായാൽ പോരാ, അല്ലേ? നമ്മൾ ഈ കേൾക്കുന്ന, ഈ അറിയുന്ന, ഈ മനസ്സിലാക്കുന്ന ഈ തൗഹീദ് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഭാര്യമാരോട് പറയണം, മാതാക്കളോട് പറയണം, ഉമ്മമാരോട് പറയണം, ഉപ്പമാരോട് പറയണം, സഹോദരി സഹോദരന്മാരോട് പറയണം, ഭാര്യയുടെ ഉപ്പയുടെ ഉമ്മയോടും പറയണം, ആ നമ്മുടെ കുടുംബാംഗങ്ങളോട് നമ്മൾ പറയണം. പിതാവിൽ നിന്ന് തുടങ്ങി ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മൾ തുടങ്ങണം. അവിടുന്ന് മക്കളോട് അദ്ദേഹം ഉപദേശിച്ച് നമ്മൾ മക്കളോട് ഉപദേശിക്കണം, അല്ലേ? അദ്ദേഹം ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചപ്പോൾ തന്നെ എന്തിനാ ഖുർആനിൽ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ കഥ പഠിപ്പിച്ചത്? അദ്ദേഹം തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളെ കുറിച്ചാണ് പഠിപ്പിച്ചത്. എന്തിനാണത്? നമ്മൾ നൽകേണ്ടതാണ്. മക്കളെ എടുത്ത് വിളിച്ചിരുത്തി തലോടി സന്തോഷത്തോടു കൂടി മോനെ വിളിച്ചു പറയണം, മോനെ ഇന്ന ശിർക്ക് ലദുൽമുൻ അദീം, അല്ലേ? ശിർക്ക് അത് അക്രമമാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിരായ ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അല്ലേ, മോനെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മാർഗം പഠിപ്പിച്ചു കൊടുക്കുക. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു കാര്യം അതൊരു കടുക് മണിയിൽ അത്രയേ ഉള്ളൂ, അല്ലേ? അത് ആകാശമണ്ഡലങ്ങളിലാവാം, ഭൂമിക്കടിയിലാകാം, ഏതെങ്കിലും റിസോർട്ടുകളുടെ കോണിൽ വെച്ചുകൊണ്ട് ചെയ്തതാവാം. ഇവിടെ വെച്ച് ചെയ്താലും അള്ളാഹു അത് കൊണ്ടുവരുന്ന അവസ്ഥ. അത് മനസ്സിലാക്കിയാൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഞാൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തോ, ഞാൻ രഹസ്യമായും പരസ്യമായും ചെയ്ത മറ്റുള്ള ആളുകൾ ഒരിക്കലും അറിയുകയില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഏതെങ്കിലും രഹസ്യമായ മേഖലയിൽ വെച്ച് ഞാൻ ചെയ്ത ആ തിന്മകൾ വരെ കൊണ്ടുവരും നാളെ റബ്ബ്. അത് നിസ്സാരമാണെങ്കിൽ പോലും അതാണ് മോനെ റബ്ബ് എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ പഠിപ്പിച്ചു കൊടുത്ത എന്താ? അല്ലാഹ് ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അത് മനസ്സിലാക്കുമ്പോഴാണ് ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ചിന്ത ഇറങ്ങുന്നത്, തൗഹീദ് ഇറങ്ങി ചെല്ലുന്നത്. അത് ഇറങ്ങി ചെന്നാൽ നമുക്ക് വിജയിക്കാം, അല്ലെ? അങ്ങേയറ്റത്തെ കാട്ടറബികളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷങ്ങൾ കൊണ്ട് മാറ്റിയെടുത്തത് അവർക്ക് റേഷനരിയും ഗോതമ്പും കൊടുത്തിട്ടൊന്നുമല്ല, ഈത്തപ്പഴം ചാക്കോളം കൊടുത്തിട്ടല്ല, അല്ലെങ്കിൽ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടല്ല. റബ്ബാരാണ് എന്ന് പരിചയപ്പെടുത്തി, എന്താണ് പരലോകം എന്ന് പരിചയപ്പെടുത്തി, അവിടുത്തെ റബ്ബിന്റെ ശിക്ഷയെ കുറിച്ചും രക്ഷയെ കുറിച്ചും പരിചയപ്പെടുത്തിയിട്ടാണ് രക്ഷപ്പെടുത്തിയത്, അല്ലെ? അങ്ങനെയാ ജനങ്ങൾക്ക് മാറ്റമുണ്ടായത്. 23 വർഷക്കാലങ്ങൾ കൊണ്ട് അങ്ങേയറ്റത്തെ മാറ്റം ആ ജനതയ്ക്കുണ്ടായി,
അല്ലെ? നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത അത്രയും മാറ്റം. ഉമർ റളിയല്ലാഹു അൻഹു അല്ലെ, അദ്ദേഹം ഭരണാധികാരിയായി ഉമറിന്റെ ഭരണത്തെ പോലെ ഏറ്റവും നല്ല ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഓരോ ഭരണാധികാരികളും പറയത്തക്ക മാതൃകായോഗ്യനായ ഭരണാധികാരിയായി ഉമർ റളിയല്ലാഹു അൻഹു മാറി. ആ ഉമർ ആരായിരുന്നു? ഉക്കാളാനന്ദയിൽ അടിപിടി കൊടുത്ത ഒരു പോക്കിരിയായിരുന്നു. ആ പോക്കിരിയിൽ നിന്ന് ഏറ്റവും ഉന്നതനായ ഒരു ഭരണാധികാരിയായി ഉമറിനെ മാറ്റിയത് ആരാ? വിശുദ്ധ ഖുർആനാണ്, പ്രവാചക ചര്യകളാണ്, അല്ലെ? അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ്. അതാണ് അവസാനം അദ്ദേഹം പറഞ്ഞത്, യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് എവിടെയെങ്ങാനും ഒരു ആട്ടിൻകുട്ടി ചത്തുകിടന്നാൽ ഈ ഉമർ അതിന് സമാധാനം പറയേണ്ടുന്നതുണ്ട് എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വരെ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം മാറ്റി. അതേ കലിമത്ത്, അതേ ഖുർആൻ, ഒരു മാറ്റമില്ല, ഒരു മാറ്റവുമില്ല നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരു മാറ്റം, ഉമറിനുണ്ടായ മാറ്റം, ബിലാലിനുണ്ടായ മാറ്റം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായ മാറ്റം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനുണ്ടായ മാറ്റം, അലി റളിയല്ലാഹു അൻഹുവിനുണ്ടായ മാറ്റം നമുക്കുണ്ടാകുന്നുവോ ഇല്ലേ എന്ന് ഒരു നിമിഷം നാം ആലോചിച്ചാൽ കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടും. എവിടെയോ നമുക്ക് ഫാൾട്ടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം നമുക്ക് കിട്ടും. തിരുത്താൻ സമയമായിട്ടുണ്ട്, അള്ളാഹുവിലെടുക്കാൻ സമയമായിട്ടുണ്ട്. അതിനുവേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുക. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് ഉസീകും സാനിയൻ ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. സർവശക്തൻ അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാണ്. എന്തിനു വേണ്ടിയാണ്? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലേ? നിങ്ങൾ റബ്ബിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും അതുപോലെ തന്നെ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ അടുക്കുവീൻ എന്നാണ്, വേഗം അടുക്കുവീൻ എന്നാണ്. അതിനു വേണ്ടിയാണ്. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം നമുക്ക് ലഭിക്കണം. അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം നമുക്ക് വേണം, അല്ലേ? അത് ആർക്കാ ലഭിക്കുക? സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചതാണ്, അല്ലേ? ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. അതേ, സ്ഥിരവാസത്തിന്റെ സ്വർഗ്ഗം നമുക്ക് വേണം. അതിനു വേണ്ടിയാണ്. അതിലായിരിക്കണം അവരുടെ പര്യവസാനം. അവരുടെ പിതാക്കളിൽ നിന്നും അവരുടെ മാതാക്കളിൽ നിന്നും അവരുടെ ഇണകളിൽ നിന്നും അവരുടെ സന്തതികളിൽ നിന്നും സദൂർത്തരായി വന്നിട്ടുള്ള എല്ലാവർക്കും അത് കിട്ടണം, ആ സ്വർഗം, അല്ലെ? അത് അവർക്ക് വേണ്ടി തയ്യാറാക്കി വെക്കപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ നമുക്ക് മാത്രം കിട്ടിയാ പോരാ, നമുക്ക് വേണം, നമ്മുടെ മാതാവിന് വേണം, പിതാവിന് വേണം, സഹോദരന്മാർക്കും വേണം, ഭാര്യയ്ക്ക് വേണം, മക്കൾക്ക് വേണം. അതുകൊണ്ട് ഈ യഥാർത്ഥമായ സന്ദേശം അവരിലെത്തണം. ആ പരിശുദ്ധമായ സ്വർഗ്ഗം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, അല്ലേ? എല്ലാ വാതിലുകളിലൂടെയും അതിലേക്ക് മലക്കുകൾ വന്നുകൊണ്ടിരിക്കുന്ന സ്വർഗ്ഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവൻ വിളിക്കും നന്നായി പ്രവർത്തിക്കുന്ന ആളുകളെ. യാ ഇബാദ് ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ അൻതും തഹ്സനൂൻ. എന്റെ അടിയാന്മാരെ, നിങ്ങളുടെ മേൽ ഇന്ന് യാതൊരു ഭയവുമില്ല, നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല, നിങ്ങൾ വിഷമപ്പെടണ്ട എന്ന് പറയും. കേട്ടെന്താ? അല്ലദീന ആമനൂ ബി ആയാതിനാ വകാനൂ മുസ്ലിമീൻ. നമ്മുടെ ആയത്തുകളിൽ, നമ്മുടെ ലക്ഷ്യങ്ങളിൽ വിശ്വസിക്കുകയും ഇസ്ലാം അനുസരിച്ച് മുസ്ലിങ്ങളായി നിങ്ങൾ ജീവിക്കുകയും ചെയ്തതിനാൽ നിങ്ങൾ പേടിക്കണ്ട, ഒരു വിഷമം നിങ്ങൾക്കില്ല, ഒന്നും സംഭവിക്കുകയില്ല, അല്ലേ? ഉദ്ഖുലുൽ ജന്നത വഅൻതും അസ്വാജുകും തുഖ്ബറൂൻ. ഉദ്ഖുലുൽ ജന്നത, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചോളി. അൻതും, നിങ്ങളും, അസ്വാജുകും, നിങ്ങളുടെ ഇണകളും പ്രവേശിച്ചോളി, അല്ലേ? നിങ്ങളുടെ ഭാര്യമാര്, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ മാതാപിതാക്കൾ എല്ലാവരും കുടുംബസമേതം സ്വർഗത്തിലേക്ക് പോയിക്കോളി. കുടുംബസമേതം സ്വർഗത്തിലേക്ക് പോയിക്കോളി.
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്നിട്ട് പറയാൻ സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബത്ത. അല്ലേ? അല്ലാഹു പറയുന്നത്, അവൻ പറയും നിങ്ങൾ ക്ഷമ കൈക്കൊണ്ട നിമിത്തം. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു വിശ്വാസ മേഖലകളില്, പ്രവർത്തന മേഖലകളില്. നിങ്ങൾ യഥാർത്ഥമായ ഒരു ആദർശത്തിന്റെ വാക്താവാണ് എന്ന് പറയുമ്പോൾ, ഞാൻ യഥാർത്ഥമായ സലഫുസ് സാലിഹുകളുടെ പിൻഗാമിയായി യഥാർത്ഥമായ തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ടാവും, ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, മറ്റുള്ള ആളുകൾ കളിയാക്കിയിട്ടുണ്ടാവും, മോശമാക്കിയിട്ടുണ്ടാവും. നോക്കണ്ട, അതൊന്നും ഒരു പ്രയാസമായി നിങ്ങൾ കാണണ്ട. അതൊക്കെ ക്ഷമിച്ചതിന്റെ പേരിൽ അല്ലാഹു നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞ സ്വർഗ്ഗ. പിന്നെന്താ പ്രശ്നം? അല്ലെ? മഹത്തായ റബ്ബിന്റെ ഭവനം നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അത് നേടിയെടുക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നാം ഓരോരുത്തരും ആ സ്വർഗം നേടിയെടുക്കുന്ന ആളുകളാകുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് നമ്മളൊക്കെയും ഒന്ന് വിനയപ്പെടാൻ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലെ 57-ാമത്തെ അധ്യായമായ സൂറത്ത് ഹദീദിലെ 16-ാമത്തെ ആയത്തിലൂടെ ഒരു കാര്യം നമുക്ക് ഉത്ബോധനം നൽകുന്നുണ്ട് റബ്ബ്. ആ ആയത്ത് ഇന്നും ഇന്നലെയുമായിരുന്നു ഇറങ്ങുന്നത് എങ്കിൽ അതിന്റെ ഗൗരവം എത്രമേ നമ്മൾ മനസ്സിലാക്കുക. അല്ലെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. അല്ലെ? വലാ തകൂനു കല്ലദീന ഊതുൽ കിതാബ്. അലം യഅനി ലില്ലദീന ആമനു, വിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ? അല്ലാഹു ചോദിക്കുക, നമ്മളോട് ചോദിക്കണേ. അല്ലേ? അത് അന്ന് ചോദിച്ചപ്പോൾ അവിടെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, അമ്മാർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, യാസിർ അതുപോലെ തന്നെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഇവരൊക്കെയുള്ള സമയത്താ ചോദിച്ചത്. അവരോടാ ചോദിച്ചത് വിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ? എന്താ ബിലാൽ റളിയല്ലാഹു അൻഹു വിശ്വാസിയായിരുന്നില്ലേ? അമ്മാർ റളിയല്ലാഹു അൻഹു വിശ്വാസിയായിരുന്നില്ലേ? നമ്മൾ മനസ്സിലാക്കണം, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വിശ്വാസിയായിരുന്നില്ലേ? ഇസ്ലാം വിശ്വസിച്ചതിന്റെ പേരിൽ അങ്ങേയറ്റത്തെ ത്യാഗം സഹിച്ച് മർദ്ദനങ്ങൾ കൊണ്ട് ആ മർദ്ദനത്തിന്റെ പാടുകൾ ശരീരത്തിൽ നിന്ന് അടർന്നു പോകാത്ത സഹാബാക്കളാണ് മരണം വരെ അവരൊക്കെ. അവരോടാ ചോദ്യം. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരാണ്. മക്കയിൽ നിന്ന് മദീനയിലെത്തി ജീവിതത്തിൽ അല്പം ആശ്വാസം ലഭിച്ച് സമാധാനത്തോടുകൂടി അവർ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തെ അല്ലാഹു തട്ടിയുണർത്തുകയാണ്. അലം യഅനി ലില്ലദീന ആമനു, വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് സമയമായിട്ടില്ലേ? അൻ തഖ്ശഅ ഖുലൂബഹും ലിദിക്രില്ലാഹ്, അവരുടെ ഹൃദയത്തെ ഒന്ന് അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് ഇറക്കി വെക്കാൻ, അല്ലാഹുവിനെ ഓർത്ത് ആ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയോടുകൂടി ജീവിക്കാൻ അവർക്ക് സമയമായിട്ടില്ലേ? അവതരിപ്പിക്കപ്പെട്ട സത്യത്തിലേക്ക് അവരുടെ ഹൃദയത്തെ ഒന്ന് വിനയപ്പെടുത്തി ഇറക്കി വെക്കുവാൻ അവർക്ക് സമയമായിട്ടില്ലേ? അതല്ല, ആ വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട ജൂത ക്രിസ്ത്യാനികളെ പോലെ ആകാനാണോ അവരും വിചാരിക്കുന്നത് എന്ന ആ ചോദ്യം ഈ കാലഘട്ടത്തിലായിരുന്നു വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിരുന്നതെങ്കിൽ എത്ര ഗൗരവത്തോടു കൂടിയാണ് റബ്ബ് ചോദിക്കുക എന്ന് കൃത്യമായി നാം മനസ്സിലാക്കുകയും യഥാർത്ഥമായ തൗഹീദിന്റെ മാർഗത്തിലേക്ക്, റബ്ബിനെ കുറിച്ച് ഓർക്കുന്ന മാർഗത്തിലേക്ക് മടങ്ങാൻ നാം തയ്യാറാവുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമായ അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ ഒരുപാട് അപാകതകൾ വന്നു പോയിട്ടുണ്ട് നാഥ. അള്ളാഹുവേ, നിന്നോടെല്ലാം ഞങ്ങൾക്ക് പൊറുക്കല്ല ചോദിക്കുവാനില്ല. നീ ഗഫൂറുർ റഹീമുമാണ്, നീ റഹ്മാനുർ റഹീമുമാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. പ്രതിബന്ധങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹുവേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ അല്ലാഹ്. അർഹമുറാഹിമായ അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഒക്കെ പ്രയാസമായി കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, പ്രകൃതിപരമായ രോഗങ്ങൾക്ക് വിധേയമായ മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ച ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലുകളിലും ഒക്കെ കഴിഞ്ഞുകൂടുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അവർക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. പ്രയാസകരമായ രോഗങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കണമേ അല്ലാഹ്. അർഹമുറാഹിമായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യമാർ, മക്കൾ, കുടുംബാംഗങ്ങൾ, കൂട്ടുകാർ, അയൽവാസികൾ, ഗുരുനാഥന്മാർ, അല്ലാഹുവേ, ഞങ്ങൾക്കും അവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ ഖബറിനെ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെ നിന്റെ പരിശുദ്ധമായ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ അല്ലാഹ്. അഗാധഗർത്തമുള്ള ഭയാനകരമായ ഖബർ ശിക്ഷയിൽ നിന്ന്, നരക ശിക്ഷയിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കണമേ അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹുവേ,
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അനുസരിച്ച് ജീവിച്ച് അത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുവാനുള്ള സൗഭാഗ്യങ്ങളിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ അല്ലാഹ്. അർഹമുർ-റഹീമായ അല്ലാഹുവേ, വലം കൈകളിലും ഇടം കൈകളിലും ഗ്രന്ഥം നൽകപ്പെടുന്ന മാശറാവൻ സഭയെ വലം കൈകൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ വാങ്ങി സന്തോഷത്തോടെ കുടുംബത്തിലേക്കും അതിലേറെ സന്തോഷത്തോടെ നിന്റെ പരിശുദ്ധമായ ജന്നാത്തുൽ ഫിർദൗസിലും പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യങ്ങൾ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് ഞങ്ങളെ പൊറ്റി വളർത്തിയവരാണ്. നിന്റെ അനുഗ്രഹം അവരുടെ മേലിൽ നീ വർഷിപ്പിക്കണമേ അല്ലാഹ്. അവർക്ക് ഞങ്ങൾക്ക് നീ ചെയ്ത അനുഗ്രഹത്തിന് നിന്നോട് നന്ദി കാണിക്കുവാനും ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്ത് നിന്റെ ഇഷ്ടദാസന്മാരോടൊപ്പം പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا دعاءنا إنك أنت السميع العليم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان لا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم ولذكر الله أكبر. الله يعلم ما تصنعون.